ഹരിയാനയിൽ വോട്ട് തട്ടിപ്പിനായി ഉപയോഗിച്ചുവെന്നാരോപിച്ച് രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ട ചിത്രം ബ്രസീലിയൻ സ്വദേശിയായ ലാരിസയുടേതാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. ഫോട്ടോ വൈറലായതിനെക്കുറിച്ച് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മോഡൽ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും തന്റെ പഴയ ഫോട്ടോയാണ് പ്രചരിക്കുന്നതെന്നും ലാരിസ പറയുന്നുണ്ട്. ഇതെന്തൊരു കഷ്ടമാണ് എന്ന് ബ്രസീലിൽ ഇരുന്നുകൊണ്ട് ലാരിസ എന്ന് പറയുന്നൊരു മോഡൽ പറയുകയാണ്. നമ്മുടെ നാടിനെ കുറിച്ചാണ് കേട്ടോ. നാണക്കേട് എന്നല്ലേ പറയണ്ടു. ഈ മത്സരത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്തു എന്ന് ബ്രസീലിൽ ഇരുന്നൊരു മോഡലിന് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ലാരിസയുടെ ഫോട്ടോ 22 ഇടങ്ങളിലാണ് ബൂത്തുകളിൽ ഉപയോഗിച്ചതെന്നാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഒരുപാട് പേര് ഈ ലാരിസയെ തെരഞ്ഞു. ഫോട്ടോഗ്രാഫറുടെ പേരാണ് ആദ്യം കിട്ടിയത്. പക്ഷേ നമ്മളും അത് തപ്പിയെടുത്തു. അപർണ കാർത്തികയുണ്ട്. അപർണ കാർത്തിക, ലാരിസ പറയുമ്പോൾ നമുക്ക് തന്നെ ലജ്ജ കൊണ്ട് തല താഴ്ത്തേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. ഇന്ത്യക്കാരെക്കുറിച്ച് ബ്രസീലിലൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയായിരിക്കുമല്ലോ പറയുക. ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇങ്ങനെയായിരിക്കും എന്ന മട്ടിലായിരിക്കില്ലേ ബ്രസീലിലൊക്കെ പ്രചരണം ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും അരുൺകുമാർ, ഇത് എങ്ങനെയാണ് അവരുടെ ഫോട്ടോ ഇതിൽ വന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇന്നലെ മുതൽ ഇന്ത്യയിൽ നിന്ന് നിരവധി മാധ്യമപ്രവർത്തകർ അവരെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലരും അവരുമായി ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അഭിമുഖത്തിന് ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ അവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് മുഹമ്മദ് സുബൈർ, ആൾട്ട് ന്യൂസിൻ്റെ സഹസ്ഥാപകനായ മുഹമ്മദ് സുബൈറാണ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന വിവരമാണ്. പക്ഷേ അവർ പറയുന്നത് പോലെ ഇന്ത്യയെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഇൻസ്റ്റാ പേജിലുള്ള ഏകദേശം ഭൂരിഭാഗം വീഡിയോയും ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ ദില്ലിയിലും മുംബൈയിലും എല്ലാം ഇവരെത്തിയിട്ടുണ്ട്. ഉദയ്പൂരിൽ നിന്നൊക്കെ ഏറ്റവും അടുത്ത കാലത്ത് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഹിന്ദി പാട്ടുകളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഈ വീഡിയോകളെല്ലാം തന്നെ ഇൻസ്റ്റാ പേജിലുള്ളത്. അതുകൊണ്ട് ഇന്ത്യയുമായി ഒട്ടും ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അവർ ഇന്ത്യക്കാരിയല്ല എന്നുള്ളത് സത്യമായിരിക്കാം. പക്ഷേ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും ഒരു വാർത്ത വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ഗോസിപ്പുകളും വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്നത്, നേരത്തെ ഇവർ ആര്യൻ ഖാൻ്റെ കൂട്ടുകാരിയായിരുന്നു എന്നുള്ളൊരു വാർത്ത അത് ദേശീയ മാധ്യമങ്ങളിലെല്ലാം വരുന്നുണ്ട്. എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് നമുക്കറിയില്ല, എങ്കിലും അത്തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ബ്രസീലിലെ അവർ ഒരു ഇൻഫ്ലുവൻസറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അങ്ങനെ ഒരാൾക്ക് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ പേര് വരേണ്ടതോ ഫോട്ടോ വരേണ്ടതോ ആയുള്ള യാതൊരു സാഹചര്യവുമില്ല. അതാണ് ഇതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം എന്താണ്, എൻ്റെ പേര് ഉപയോഗിച്ച് എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച്, അത് 18ഓ 20ഓ വയസ്സിലെടുത്തിരിക്കുന്ന ഫോട്ടോയാണ്, ആ ഫോട്ടോ ഉപയോഗിച്ച് ആരെയോ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ചിലർ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുകയാണെന്നൊക്കെ അവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോയുടെ ഒരു ആധികാരികത സംബന്ധിച്ച് ആശയക്കുഴപ്പമില്ല. പക്ഷേ ഇനി ആകെയുള്ള ഒരു ആശയക്കുഴപ്പം, എങ്ങനെ ഇവരുടെ ഫോട്ടോ വോട്ടർ പട്ടികയിലെത്തി, ആ സ്വീറ്റിയും സരസ്വതിയും ഒക്കെ ആരാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ, അതിൽ അവരുടെ പേരിനോടൊപ്പം എങ്ങനെ ഈ ഫോട്ടോ വന്നുള്ളൂ എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക മാത്രമേ ഇനിയുള്ളൂ. ഏതായാലും ആ കാര്യങ്ങളിൽ ഒരു കൃത്യമായ വ്യക്തത അവർ നേരിട്ട് തന്നെ വന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ.